വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ബാക്കി 2 യൂണിറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 3ാമത്തെ യൂണിറ്റാണ്. ഇക്കായി 3 റിം ചിം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. പെയ്തിറങ്ങുന്ന ചാറ്റൽ മഴ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെയുണ്ട് ഇവിടെ മരത്തിൽ? ഒരു മങ്കി ഉണ്ട്, സ്ക്യൂരലുണ്ട്, അതുപോലെ ബേഡ്സ് ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ അവിടെ എന്താണ്, പീക്കോക്ക് കാണുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഹിന്ദിയിലുള്ള പേരുകൾ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മുടെ മരത്തിന് എന്താണ് പറയാം? പേട് എന്നാണ് മരത്തിന് പറയാം. അതുപോലെ തന്നെ പിന്നെ അടുത്തത് എന്താണ്? സ്ക്യൂരല്, അണ്ണാനുണ്ട് അല്ലേ. അണ്ണാൻ എന്താ പറയാ? ഗിൽഹരി എന്നാണ് അണ്ണാന് പറയാം. പക്ഷിക്ക് ചിട്ടിയാം. പിന്നെ അടുത്തത് എന്താണ്? ഇവിടെ മങ്കിയാണുള്ളത്. കുരങ്ങനെ എന്താ പറയാ? ബന്ദർ എന്നാണ് കേട്ടോ. അത് നമുക്ക് ഈ ക്ലാസ് എടുക്കുമ്പോൾ അതിനോട് കൂടെ തന്നെ മിസ് എല്ലാത്തിൻ്റെയും അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു നോട്ടിൽ എഴുതി വെക്കുക, പെൻസിൽ കൊണ്ട് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്യട്ടോ. അതിൻ്റെ മീനിങ് അറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഈസി ആവുള്ളൂ. അത് നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഓരോ വരിയും അതിൻ്റെ മീനിങ്ങും അതുപോലെ വേർഡ് മീനിങ്ങും ഇവിടെ പറയാൻ പോവാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് എന്താണ്? പേടിക്ക ജാദു എന്നാണ്. അത്ഭുതം അല്ലെങ്കിൽ മാജിക് മരം എന്നാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേട് എന്ന് പറഞ്ഞാൽ മരം, ജാദു പറഞ്ഞാൽ അത്ഭുതം അല്ലെങ്കിൽ മായാജാലം. അപ്പോൾ ഇത് എഴുതിയ ആളാരാണ്? വിനോദ് കുമാർ ശുക്ൽ എന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. വിനോദ് കുമാർ ശുക്ലാണ് ഇത് എഴുതിയ രചയിതാവിൻ്റെ പേര്. ഇനി നമുക്ക് ഓരോ വരികൾ വായിക്കാം. ബുവാക്കെ ഗർമേ പേടുത. ബുവ പറഞ്ഞ എന്താണ്? ആന്റി എന്നൊക്കെ പറയട്ടോ. ബുവാക്കെ ഗർമേ പേടുത. അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലെ ഒരു മരമുണ്ടായിരുന്നു. പേട് പേട് പർ ഗിൽഹരി ദേക്കർ മേംനെ കഹ. പേട് പർ എന്താണ്? മരത്തിൻ്റെ മുകളിലെ ഗിൽഹരി ദേക്കർ മേനെ കഹ. അതായത് മരത്തിൽ ഒരു അണ്ണാനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു. ഗിൽഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ണാന്. മേംനെ ഞാൻ, കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. പിന്നെന്താണ്? ബുവ അമ്മായി. അപ്പിനെ ഗിൽഹരി കഹാം സേ ഖരീദി. അമ്മായി, താങ്കൾ ഈ അണ്ണാനെ എവിടെ നിന്നാണ് വാങ്ങിയത്? ഇവിടെ കഹ എന്ന് പറഞ്ഞാൽ എവിടെ. അതേപോലെ ഖരീദി എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങി എന്നാണ് കേട്ടോ. ബുവ എന്ന് പറഞ്ഞാല് അമ്മായി. അപ്പം എന്താണ് ചോദിക്കുന്നത്? ആ കുട്ടി ചോദിക്കുകയാണ്, അച്ഛൻ്റെ പെങ്ങളായ അമ്മായിയോടാണ് ചോദിക്കുന്നത്. അമ്മായി, താങ്കൾ അതായത് നിങ്ങൾ ഈ അണ്ണാനെ എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് കുട്ടി ചോദിച്ചു. മേം ബി ലൂംഗ ഉസേ പാലൂംഗ. അതായത് ഈ കുട്ടി പറയണേ, ഞാനും ഒരെണ്ണം വാങ്ങും, അതിനെ വളർത്തുകയും ചെയ്യും. അപ്പൊ ഇവിടെ ലൂങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇവിടെ ലൂങ്ക എന്ന് പറഞ്ഞാൽ, മേംബി ലൂങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും വാങ്ങും എന്നാണ് കേട്ടോ. ലൂങ്ക എന്ന് പറഞ്ഞാലേ വാങ്ങും. ഉസേ പാലൂങ്ക. പാലൂങ്ക പറഞ്ഞാൽ എന്താണ്? അതിനെ പരിപാലിക്കും അല്ലെങ്കിൽ വളർത്തും. അപ്പൊ ഞാനും ഒരെണ്ണം വാങ്ങും, അതിനെ വളർത്തുകയും ചെയ്യും. അപ്പൊ ഈ വരികളെ ഒന്നും കൂടെ വായിക്കാം. बुआ के घर में पेड़ था, पेड़ पर गिलहरी देखकर मैम ने कहा, बुआ अपने गिलहरी कहाँ से खरीदी? मैं भी लूंगा, उससे पालूंगा. ഇനി അടുത്ത പേജ് നോക്കൂ. അടുത്ത പേജിൽ എന്താ? ബുവാനെ കഹ. അമ്മായി പറഞ്ഞു. എന്താ പറഞ്ഞേ? മേരെ ഗർ മേ പേട് ഹെ. പേട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മരം. ഗർ എന്ന് പറഞ്ഞാല് വീട്, മേരെ എൻ്റെ. അപ്പൊ എന്താണ് അമ്മായി പറഞ്ഞത്? എൻ്റെ വീട്ടിൽ മരമുണ്ട്. ഇനി അടുത്ത വരി നോക്കൂ. പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്പനെ ആപ്പ് ആ ജാത്തി ഹെ. എന്താ പറയുന്നത്? മരം ഉള്ളത് കൊണ്ട് എന്താണ്? അണ്ണാനെ താനെ വന്നോളും എന്നാണ് പറയുന്നത്. ഈ വരികൾ ഒന്നും കൂടെ വായിക്കാം. ബുആനെ കഹ മേരെ ഘർ മേ പേട് ഹെ, പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്പനെ ആപ്പ് ആ ജാത്തി ഹെ. എത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത പേജ് നോക്കൂ. പേട് പർ ദേക്കോ. മരത്തിലേക്ക് നോക്കൂ, അതായത് മരത്തിന്റെ മുകളിലേക്ക് നോക്കൂ. ചീട്ടിയാം ബൈട്ടി ഹെ. കിളികൾ ഇരിക്കുന്നു. ചീട്ടിയോം കോ മേംനെ നെഹി. ചിട്ടിയോം കോ മേംനെ നെഹി പാല.
അതായത് ഈ കിളികളെ എന്താണ് ഞാൻ വളർത്തിയതല്ല, അമ്മായി പറയാണ് ഈ കിളികളെ ഞാൻ വളർത്തിയതല്ല, മരങ്ങൾ ഉണ്ടായാൽ കിളികളും അണ്ണാനുകളൊക്കെ വരുമെന്നാണ് പറയുന്നത്. അടുത്തത് നോക്കൂ, പേട് കെ ഹോനെ സെ വേ ആ ഗയി. എന്താണ് അങ്ങനെ പറഞ്ഞാല്, മരം ഉള്ളത് കൊണ്ട് അവ വന്നതാണ്. തും അപ്പനെ ഗർമേ പേട് ഉഗാലോ തോ ഗിൽഹരി ആ ജായേങ്കി. അതായത് നീ നിന്റെ വീട്ടിലും ഒരു മരം വളർത്തിയാല് അണ്ണാനും ഇതുപോലെ വന്നോളും. അണ്ണാനും ഇവിടെ അണ്ണാൻ വന്നോളും എന്നാണ്. അപ്പോൾ മരം ഉണ്ടെങ്കിൽ മരത്തിൽ എന്തുണ്ടായിരിക്കും, പക്ഷികളും അണ്ണാനും ഒക്കെ ഉണ്ടാവും അല്ലേ. ചീട്ടിയ ആയെങ്കി, കിളികളും വരുമെന്ന് അമ്മായി ആ കുട്ടിയോട് പറയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വാക്കുകൾ നോക്കാം. ദേഖോ നോക്കൂ, ചിട്ടിയാം പക്ഷി, ബൈട്ടി ഹെ ഇരിക്കുന്നു, പാല വളർത്തുക അല്ലെങ്കിൽ പരിപാലിക്കുക, ഉകാലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നട്ടു വളർത്തുക, ആജായേകി വരും. ഇനി അടുത്ത പേജ് നോക്കൂ. ബാഹർ ധൂപ് ഹോഗി തോ പേട് കെ നീച്ചെ ഛായ ആ ജായേഗി, തബ് ഛായാമേ ഗേൽന അച്ച ലഗേഗ. ബാഹർ, ബാഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്ത്. ധൂപ്, ധൂപ് പറഞ്ഞാല് വെയില്, നമ്മൾ ഇതിന്റെ മുന്നേ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോഗി തോ പേടിക്കെ നീച്ചെ, നീച്ചെ എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ എന്നാണ് കേട്ടോ. ഛായ തണൽ, ആ ജായെങ്കി അതായത് പുറത്ത് കടുത്ത വെയിലുണ്ടെങ്കിൽ മരത്തിന്റെ തണല് താഴെ ഉണ്ടാകും. തബ് ഛായാമേ ഗേൽന അച്ചാ ലഗേഗ, അപ്പോൾ ആ തണലിൽ കളിക്കാൻ വളരെ സന്തോഷം തോന്നും. ഛായ പറഞ്ഞാല് നിഴൽ, ഗേൽന എന്ന് പറഞ്ഞാൽ എന്താണ്, കളിക്കുക. ഇനി ഇവിടെ കുറച്ച് ഇതിന്റെ മീനിങ് പറയാം. ബാഹർ പുറത്ത്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. അപ്പം നിങ്ങളെ എല്ലാ യൂണിറ്റുകളും ഇതിലെടുക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും, ഓരോ പാഠങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും ഇതിൽ പറയുന്നതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഓൾ എന്ന ഓപ്ഷനും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇനി പേജ് നമ്പർ 56 നോക്കും. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, സഹി മിലാൻ കരേ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ചിത്രങ്ങൾ നിങ്ങൾ മാച്ച് ആക്കിയിട്ട് ഇവിടെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്, ഫസ്റ്റ് ഇവിടെ ഒരു ബട്ടർഫ്ലൈ തന്നിട്ടുണ്ട്, രണ്ടാമതൊരു സ്ക്യൂരൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ബേർഡ് ഉണ്ട്, അതിന് താഴെ എന്താണ്, മങ്കി ഉണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ഒക്കെ ഓരോ ഹിന്ദിയിലുള്ള പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ബട്ടർഫ്ലൈക്ക്, അതായത് പൂമ്പാറ്റയ്ക്ക് എന്താണ് ഇവിടെ പറയാം, ഇവിടെ പൂമ്പാറ്റയ്ക്ക് തിത്തലി എന്നാ പറയാം കേട്ടോ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് തിത്തലി. അപ്പൊ നിങ്ങളത് അതിന് മാച്ചാക്കാം. പിന്നെ അടുത്തത് സ്ക്യൂരൽ, അണ്ണാന്. അണ്ണാന് എന്താണ് ഇവിടെ പറയാ, നമ്മൾ പാഠം എടുത്തപ്പോൾ അതിന് കൂടെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിൽഹരി എന്നാണ് കേട്ടോ. ഗിൽഹരി എന്നാണ് അണ്ണാന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പക്ഷിയാണല്ലോ അല്ലേ, പക്ഷിക്ക് എന്താ പറയാ, ചിട്ടിയ. അപ്പൊ ചിട്ടിയ എന്നാണ് പക്ഷിക്ക് പറയാം. ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള മങ്കിയാണ്. അപ്പൊ ഈ മങ്കിക്ക് എന്താണ്, ബന്ദർ എന്നാണ് കേട്ടോ പറയാം. അപ്പൊ അതുപോലെ എന്താണ്, ഇവിടെ താഴെ ഇവിടെ ഒരു നമ്പറുകൾ ഇവിടെ ഡോട്ടുള്ളിടത്ത് നിങ്ങളോട് ഇതിന്റെ ഓർഡറിലായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു, ബട്ടർഫ്ലൈ ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ തിത്തലി എന്ന് എഴുതാം. അതിന്റെ താഴെ സ്ക്യൂരലാണ്, സ്ക്യൂരലിന് എന്തായിരുന്നു, ഗിൽഹരി എന്നാണ്. അപ്പൊ അവിടെ ഗിൽഹരി എന്ന് എഴുതാം. നമ്പർ 3 എന്തായിരുന്നു, ഒരു ബേഡാണ് അല്ലെ. അപ്പൊ അവിടെ ചിട്ടിയ എന്ന് എഴുതാം. അപ്പൊ ലാസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു മങ്കി അല്ലേ. അപ്പൊ ഇവിടെ മങ്കിന്റെ പേരെന്തായിരുന്നു, ബന്ദർ എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ബന്ദർ എന്ന് എഴുതാം. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ലാസ്റ്റ് ആക്ടിവിറ്റീസും കൂടെ നോക്കാം. ചിത്രദേക്കം. ഇവിടെ കണ്ടോ ഈ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ട് ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ മരത്തിന് മുകളിലുള്ളതും താഴെയുള്ളതും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് എന്താണ്, പേടിക്കെ ഊപ്പർ. പേട് എന്ന് പറഞ്ഞാൽ മരം. അപ്പൊ മരത്തിന്റെ മുകളിൽ ഇവിടെ എന്തൊക്കെയുണ്ട്, പേടിക്കെ നീച്ചെ. നീച്ചെ എന്ന് പറഞ്ഞാല് താഴെ. അപ്പൊ ഇവിടെ മുകളിലും താഴെയും എന്താണ് എഴുതേണ്ടത്, ഈ ബോക്സിലാണ് നിങ്ങൾ എഴുതുക. അപ്പൊ നമുക്ക് പേടിക്കെ ഊപ്പർ എന്നുള്ളിടത്ത് ഫസ്റ്റ് എന്താണ്, പേടിക്കെ ഊപ്പർ ബഗുലാഹെ. എന്താണ്, മരത്തിന്റെ മുകളിൽ എന്തുണ്ട്, കൊക്കുണ്ട് കേട്ടോ. ബഗുല എന്ന് പറഞ്ഞാല് കൊക്ക്, ബഗുലാഹെ. പിന്നെ അതിന്റെ താഴെ എന്താണ്, പിന്നെ അടുത്തത് എന്താണ്, ഒരു മങ്കി ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അല്ലെ. പേടിക്കെ ഊപ്പർ ബന്ദർ ലഡ്കാഹെ. അതായത് എന്താണ്, മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കുരങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അല്ലെ ആ പിക്ചറിൽ. ഇനി അതിന്റെ താഴെ എന്താണ്, പേടിക്കെ ഊപ്പർ ഗിൽഹരി ഹെ. ഗിൽഹരി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു,
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഗിൽഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിരുന്നു അല്ലേ, അണ്ണാനാണ്. അപ്പോൾ ഇവിടെ പേടിക്കെ ഊപ്പർ പിന്നെന്താണ് മരത്തിൻ്റെ മുകളിലുള്ളത്, ഒരു അണ്ണാനുണ്ട് അല്ലേ. ഇനി അടുത്തത് എന്താണ്, പേടിക്കെ നീച്ചെ. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, താഴെ എന്നാണ്. അപ്പൊ താഴെ എന്തൊക്കെയുണ്ട്, പേടിക്കെ നീച്ചെ ഗായ് ഹെ. എന്താ ഗായ് പറഞ്ഞാല് പശുവാണ്. അപ്പൊ താഴെ ഒരു പശു ഉണ്ട്. പിന്നെ അടുത്തത് എന്താ, പേടിക്കെ നീച്ചെ ഗോട്ടാ ഹെ. ഗോട്ട പറഞ്ഞാൽ എന്താണ്, കുതിരയാണ് കേട്ടോ. അപ്പോൾ മരത്തിന്റെ താഴെ കുതിര ഉണ്ട്. ഇനി അതിന്റെ താഴെയുള്ളത് എന്താ, പേടിക്കെ നീച്ചെ ജിറാഫ് കെടാഹെ. അതായത് ജിറാഫാണ് താഴെയുള്ളത്. പേടിക്കെ നീച്ചെ ഹാദി. ഇവിടെ ഹാദി പറഞ്ഞ എന്താണ്, ആനയാണ് കേട്ടോ. അപ്പൊ ആ ദ എന്നുള്ള നമ്മള് കഥ എന്നുള്ള രഥം, കഥ എന്നുള്ള മലയാളത്തിലുള്ള അതാണ് അത് കേട്ടോ. അപ്പൊ പേടിക്കെ നീച്ചെ ഹാദീഹെ, താഴെ ഒരു ആന ഉണ്ട്. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളിത് ഒന്നും കൂടെ ഒന്ന് ഈ ക്ലാസ് കേട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ച് പഠിക്കട്ടോ. ഇനി ഇതിൽ തന്നെ അടുത്ത ഒരു പാഠം കൂടെ ഉണ്ട് കേട്ടോ, വർഷ ആയി എന്നുള്ളത്. അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.